ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീരാ വ്ലോഗ്സ്. എന്നും നമ്മുടെ കാര്യങ്ങൾ പറയും നമ്മുടെ കല്യാണിക്കുട്ടിയാണ്. പക്ഷെ കല്യാണിക്കുട്ടിക്ക് ഇന്ന് പനി ആയതുകൊണ്ട് ഓണപരിപാടി കഴിഞ്ഞ് വന്ന് സൗണ്ടൊക്കെ ആകെ മാറിയിരിക്കുവാണ്. സൗണ്ട് ഇല്ല, ആൾക്കൊന്ന് പറഞ്ഞേ. ഒന്നും പറയാൻ പറ്റില്ല, ഇതാണ് സൗണ്ടിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വോയിസ് തരാമെന്ന് വെച്ചത്. നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. വെക്കേഷന് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം. നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അമ്മ ഓടിച്ചിട്ട് ഇത് ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെ ആഡ് കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. ആഡ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. കുട്ടികൾക്ക് നല്ല പ്രയോജനമാണ്. ഇവിടെ കല്യാണിക്കുട്ടി റിച്ചുട്ട് നന്നായി പടം വരയ്ക്കും. എത്ര ഡ്രോയിങ് ബുക്ക് വാങ്ങിക്കൊടുത്താലും അവർ പടം വരയ്ക്കുന്നത് ഭിത്തിയിലാണെന്ന് മാത്രം. നമ്മുടെ ഭിത്തി മൊത്തമാണ് അഴുക്കാക്കി വെച്ചേക്കുക. ആദ്യം കല്യാണിക്കുട്ടി വരച്ച് തുടങ്ങി. പിന്നെ കല്യാണിക്കുട്ടി കുറച്ച് വലുതായപ്പം ഭിത്തിയിൽ പടം വരയ്ക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവൾ നിർത്തി. പക്ഷേ അതെൻ്റെ തെച്ചുമണി വരച്ച് തുടങ്ങി. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതുണ്ടെങ്കിൽ ഭിത്തിയിൽ എത്ര വേണമെങ്കിലും പടം വരയ്ക്കാം, യാതൊരുവിധ പ്രശ്നവുമില്ല. അയ്യോ, അത് പാടില്ല. ഇതുപോലത്തെ 3 റോളാണ്. ഇതിന് 499 രൂപ മാത്രമേ ഉള്ളൂ. നല്ല വിലക്കുറവാണ്. ഈ പിള്ളേരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ്. ഓക്കെ, നമുക്കിത് പൊട്ടിക്കാം. കാണണേ ഗൈസ്. കല്യാണിക്കുട്ടി പോകാൻ മിണ്ടുന്നില്ല കേട്ടോ. എന്നും കല്യാണിക്കുട്ടിയുടെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. കല്യാണിക്കുട്ടിക്ക് ഇന്ന് വയ്യ മിണ്ട. ആർപ്പോ വിളിച്ചിട്ട് സൗണ്ട് ഇങ്ങനെ അമൃതമായി ഇതുപോലത്തെ റോൾസ് ആണേ. ഇതുപോലത്തെ 3 റോൾസ് ആണുള്ളത്. കണ്ടില്ലേ? ഇത് നമുക്ക് ഭിത്തിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. ഇത് നമ്മൾ ഭിത്തിയിൽ ഒട്ടിച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് പടം വരയ്ക്കും. പിന്നെ ഇത് ഭിത്തിയിൽ ഒട്ടിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. ഇത് ഹാളിൽ എവിടെയെങ്കിലും ഇങ്ങനെ നേരെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കളർ ചെയ്യാം. പിന്നെ ഈ കളർ വെട്ടിയെടുക്കാം. ആ പിള്ളേർ ഈ മൊബൈൽ കാണുന്ന ഒരുപാട് സമയം ഇതിന് വേണ്ടി അത് ചിലവഴിക്കും. അത് നല്ല യൂസ്ഫുൾ ഒരു കാര്യമാണ് കേട്ടോ. ഒത്തിരി പടങ്ങളുണ്ട് കണ്ടോ. അടങ്ങിരി. പിന്നെ അക്വേറിയം ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സാണെങ്കിൽ അക്വേറിയം ഫിഷസിന് കടൽ ജീവികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. കടൽ മത്സ്യങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. മീനുകളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് കണ്ടില്ലേ, കടലിലുള്ള എല്ലാ ജീവികളിനകത്തും നീലത്തിമിംഗലം. പിന്നെ എന്തോ കല്യാണിക്കുട്ടിനകത്തുള്ളത് ഒക്ടോപ്പസ്, സ്റ്റാർ ഫിഷ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഭിത്തിയിൽ കളർ അടിച്ചാൽ നമുക്ക് പ്രശ്നമാവും. പക്ഷെ ഇത് ഭിത്തിയിൽ ഒട്ടിച്ചതിൻ്റെ കളർ അടിച്ചാൽ നമുക്കത് ഇഷ്ടം തോന്നും. കാരണം ഭിത്തി കാണാനും കുറച്ച് ഭംഗിയായിരിക്കും. ഇത്രയും കാലമുള്ള ആ പെയിൻറ് കളർ പെൻസിൽ വെച്ച് വരച്ച വരകളുണ്ടല്ലോ, അതൊന്നും കാണത്തുമില്ല.
അപ്പൊ നമ്മുടെ ഭിത്തി കാണാനും കുറച്ച് ഭംഗിയുണ്ട്. ഇത് ഡൈനോസേഴ്സ്, കൊച്ചു പിള്ളേർക്ക് ഡൈനോസർ ഇഷ്ടമാണ്. ഡൈനോസർ അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ടിങ് നോക്കാം. ഇവിടെ രണ്ടുപേര് കളർ പെൻസിലൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുവാണ്. ഇവിടെ ആരൊക്കെ കളർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ആദ്യം ആരാ കളർ ചെയ്യുന്നത്? ഈ ഒരു ചുറ്റിന്റെ തല ഇവിടെ പോയി. വീഡിയോയിൽ ചുറ്റിന്റെ തല. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടാലോ. ഇങ്ങനെയല്ല, ഇവിടെ എല്ലാവരും കിട്ടിയതിന്റെ സന്തോഷമാണ് കേട്ടോ. ഇത് 3-4 ദിവസമായി വന്നിട്ടേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് ഒട്ടിച്ചു കൊടുത്തില്ല. ഇന്നാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, നമ്മൾ ഭിത്തിയിൽ ഇത് ഒട്ടിക്കാം. Come on guys. ഇത് കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഭിത്തിയുടെ അവസ്ഥ. ഇത് നമുക്ക് അടിപൊളിയാക്കി എടുത്താലോ. ഞാനിത് 2 സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. പിള്ളേരുടെ കൈ എത്തുന്ന ഭാഗങ്ങളിൽ വേണം ഒട്ടിക്കാൻ. അപ്പോഴല്ലേ അവർക്ക് കളർ ചെയ്യാൻ കൂടി എളുപ്പമാവത്തുള്ളൂ. അവർക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് അവർ മെല്ലെ മെല്ലെ ഓരോ പിക്ചേഴ്സും കളർ ചെയ്ത് ലാസ്റ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ റിച്ചുട്ട് ഇപ്പോഴേ കളറിങ് തുടങ്ങി. ഇത് എത്ര നേരം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അവൻ എന്ത് കാര്യം പെട്ടെന്ന് മടുക്കും. പിന്നെ അവന് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. ഇത് ഇഷ്ടപ്പെട്ട? സൂപ്പറാ. ഇത് കണ്ടോ ഗൈസ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ടല്ലേ കാണാൻ. കല്യാണിക്കുട്ടി ഒത്തിരി പിക്ചേഴ്സിന് കളർ കൊടുത്തു. ഇനി ഓരോ ദിവസമാകുമ്പം അവൾ ഓരോ പിക്ചേഴ്സിന് കളർ കൊടുത്ത് നല്ല അടിപൊളിയാവും. നിങ്ങൾക്കിത് ഇഷ്ടമായോ? എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ.